ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനേ വൈകുന്നേരമായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണേ. അനീഷേട്ടൻ്റെ ഷർട്ടൊക്കെ ഒന്ന് തേച്ച് വെക്കാണ്. രാവിലെ പോകുമ്പോൾ ഇടാനായിട്ട് നോക്കുമ്പോഴേ ഷർട്ടൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ ചില സമയം അങ്ങനെ തന്നെ അലമാരയിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് പോകും. ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരിക്കും. അപ്പോൾ രാവിലെ എനിക്ക് തേച്ച് കൊടുക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. ചില ദിവസം ഞാൻ അനീഷേട്ടൻ പല്ലൊക്കെ തേക്കുമ്പോഴേക്കും വേഗം വന്ന് അടുക്കളയിൽ നിന്ന് വന്നിട്ട് ഇസ്തിരിയിട്ടൊക്കെ കൊടുക്കുകയും ചില ദിവസം എനിക്ക് അടുക്കളയിൽ നിന്ന് പോരാണ്ട് നേരം കിട്ടാൻ ഞാൻ അനീഷേട്ടൻ അതുപോലെ ചുളിഞ്ഞ തന്നെ ഇട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 2-3 ഷർട്ട് തേച്ച് വെക്കാണ്. അങ്ങനെ 2 തേച്ച് അവിടെ ഹാങ്കർമിൽ കൊളത്തിയിട്ടേ. അപ്പോൾ ഇത് 3ാമത്തേതാണ്. അപ്പോൾ ഇതൊന്ന് തേക്കട്ടെ. എന്നാൽ പിന്നെ പോകുന്ന സമയത്ത് തേക്കണം എന്നുള്ളൊരു ഇതൊന്നും വേണ്ടല്ലോ. നമ്മൾ ഹാങ്കർമുള്ളത് ഒരിക്കൽ അങ്ങോട്ട് എടുത്തിട്ട് പോയാൽ മതി. അപ്പം ഞാൻ 2-3 ഒപ്പന ഇങ്ങനെ തേച്ച് വെക്കലാണേ. അപ്പം അനുസരിച്ചിട്ട് ഓരോ ദിവസം ഓരോന്നങ്ങോട്ട് മാറ്റിയിട്ട് പോയിക്കോളും. അപ്പോൾ ഇസ്തിരിപ്പെട്ടിക്ക് നല്ല സുഖമായിട്ടത് തീരെ വെയിറ്റ് ഇല്ല. ഞങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന്. ഭയങ്കര വെയിറ്റ്, നമുക്ക് ഇസ്തിരി ഇടാൻ മടുക്കുമോ അതിനോട്. കനമായ എന്താ അറിയോ, നമുക്ക് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് പൊന്തിക്കുമ്പം ഷർട്ടിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് പറ്റുമ്പോൾ നമ്മളൊന്ന് പൊന്തിച്ച് ഇങ്ങോട്ട് എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇസ്തിരിപ്പെട്ടി പൊന്തൂല, ഭയങ്കര വെയിറ്റാണത്. അങ്ങനെ അത് ലാസ്റ്റ് ഉപയോഗിച്ച് ചൂടൊക്കെ കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ അത് അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വേറെ ഒന്ന് വാങ്ങിയതാണ്. ഇത് കുഴപ്പമില്ല, നല്ല വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇതെടുത്ത് അങ്ങനെ ഇസ്തിരിയൊക്കെ ഇടും, കുഴപ്പമില്ല. കനമില്ലാത്ത സാധനമാകുമ്പോൾ എളുപ്പമാണ്. അപ്പേ ഞാൻ ഇടയ്ക്ക് വീഡിയോ കണ്ടാക്കിയതേ അമ്മ വരുന്നുണ്ടപ്പോൾ പാപ്പുമോളുണ്ട് പറഞ്ഞൊരു ഓട്ടം ഓടിന്. ഞാൻ വിചാരിച്ചു വല്ല ജീവികളെ കണ്ടിട്ട് ഓടിയതാണ്. പക്ഷെ ജീവികളെ കണ്ടിട്ട് ഓടിയതല്ല, അമ്മേനെ കണ്ടിട്ട് ഓടിയതാ. അമ്മയൊരു ജീവി തന്നെയാണ്, പക്ഷെ അതല്ല, അത് ഓടിപ്പം വൈത്തല ഓടിയതാ ഞാൻ കട്ട് ചെയ്തിട്ട്. അപ്പം പറഞ്ഞു വന്നത് ഇസ്തിരിയിടല്. അപ്പം ഇനിയൊന്ന് വിറകൊക്കെ ഒന്ന് മൂടി വെക്കാണ്ട്. ഇന്നലെ പെരുമഴ പെയ്തല്ലോ വൈകുന്നേരം. ആ സമയത്ത് ഞാൻ വിറകൊക്കെ നല്ലോണം മൂടാനും മറന്നുപോയി. അപ്പം അത്യാവശ്യം അതങ്ങോട്ട് നനഞ്ഞ്. അപ്പം ഇനി അതൊന്ന് മൂടി വെക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ അനീഷേട്ടൻ വരുമ്പോൾ വത്തക്ക കൊണ്ടുവന്നു. വത്തക്ക എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ. അപ്പം അതൊന്നും മുറിക്കണം, എല്ലാവർക്കും കഷ്ണാക്കി വെക്കണം. പണികളൊക്കെ ഒരുപാടുണ്ട്. വൈകുന്നേരം ആയാലും ഒരു പണിയൊക്കെ തന്നെയാണ്. ലൈവ് കഴിഞ്ഞാൽ പിന്നെ സമയമില്ല. അപ്പോൾ ബാക്കി അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും. ഞാനിതൊന്ന് ഹാങ്കർമിൽ കൊളത്തിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഷർട്ടൊക്കെ ഒന്ന് ഹാങ്കർമിൽ കൊളത്തിയിട്ടതിൻ്റെ ശേഷം മുറ്റമൊക്കെ അടിച്ചു തരാനായിട്ടൊന്ന് ഇറങ്ങിയിട്ടോ. വൈകുന്നേരം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു തരിട്ടാൽ രാവിലത്തേക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രിയിൽ മഴയൊക്കെ പെയ്ത് രാവിലെ ആയപ്പോഴേക്കും ഇവിടേക്കൊന്നും നോക്കണ്ട, അത്രയ്ക്കും ഇലകളാട്ടോ. ഞങ്ങളെ വീട്ടിൽ മരമൊന്നുമില്ല, അടുത്ത വീട്ടിൽ പൊടുവണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പാറി വീഴും. അപ്പോൾ ഞാൻ അടിച്ചു തരുന്നതൊക്കെ നോക്കിയിട്ട് നമ്മളെ റോക്കി മോനെ ഇങ്ങനെ കൂട്ടിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗമാണേ. അപ്പോൾ ഇവിടെയാണ് വെള്ള ടാങ്ക് ഉള്ളത്. പിന്നെ കുറച്ച് വിറകൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചതാണ്. ഓലക്കൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സൈഡിൽ അങ്ങനെ വെച്ച് അപ്പോൾ എടുത്ത് കത്തിക്കാനുള്ളതേ അങ്ങനെ വെക്കലുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് എന്താ പറയുക ചെതൽ കയറലും പിന്നെ പെരിച്ചായൻ്റെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വല്ലാതെ വീടിൻ്റെ അടുത്ത് വിറകിങ്ങനെ വെക്കലില്ല, ആവശ്യത്തിന് മാത്രം പെട്ടെന്ന് എടുക്കാനുള്ളതൊക്കെ ഇങ്ങനെ ഓലക്കൊടി കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ റോക്കിയുമ്പോൾ കൂട്ടിൽ ഇങ്ങനെ നിസ്സഹായനായി എന്നെ നോക്കുന്നുണ്ട്. കാരണം അവനെ പുറത്തിറക്കാനുള്ള സമയമായിന്. അപ്പോൾ ഓനെ പുറത്ത് കെട്ടാനുള്ള കമ്പിയാണ് കേട്ടോ അത് കാണുന്നത്. അവനെ അവിടെയാണ് കെട്ടിയിടുക വൈകുന്നേരം ആയില്ല. അപ്പോൾ ഓൻ കുറേ നേരമൊക്കെ അവിടെ നടന്ന് കളിച്ചിട്ട് പിന്നെ കൂട്ടിലേക്ക് കയറ്റുകയാണ് ചെയ്യുക. പക്ഷെ അബി വേണം ഓനെ അങ്ങനെ കെട്ടണമെങ്കിൽ. അപ്പോൾ ഇന്ന് അബി കോളേജിൽ നിന്ന് കുറച്ച് നേരം വൈകിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇറക്കിയിട്ടില്ല. ഇനി എൻ്റെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓനെ ഒന്ന് ഇറക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വിറക് മൂടിയത് ശരിയാവാഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിൽ പെയ്ത മഴ കുറച്ച് വെള്ളം ഇതിലായിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ നല്ലൊരു വെയിൽ കണ്ടപ്പോൾ വിറകിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടതാണ്. വിറകൊക്കെ കഴിഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ഉള്ളത് നല്ല രീതിക്ക് മൂടി വെക്കാം കേട്ടോ. നല്ല പൈസ കൊടുത്ത് വാങ്ങണ വിറകാണ്. വിറകിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ അത് ഉള്ളത് നല്ല രീതിക്ക് അങ്ങനെ എന്താ പറയുക മൂടിയൊക്കെ വെച്ച് ഉപയോഗിക്കലാണ്. പിന്നെ ഗ്യാസിനെക്കാട്ടും കൂടുതൽ ഞാനിങ്ങനെ അടുപ്പാണ് കത്തിക്കുക. അപ്പം വിറക് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള സാധനം തന്നെ പറയാം.
അപ്പോൾ നന്ദുമോളും വന്ന് ഒന്ന് മൂടി വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ദാർപ്പായും പിന്നെ വലിയൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് അത് അങ്ങോട്ട് മൂടി വയ്ക്കുകയാണ്. കുറച്ച് എന്തെങ്കിലും കനമുള്ള കല്ല് കാര്യങ്ങൾ എന്തെങ്കിലും വാരിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ തൊടിയിലുള്ള പുല്ലൊക്കെയാണ് കേട്ടോ കാണുന്നത്. നമ്മളെ വീട്ടിലുള്ള ഒന്നുമല്ല. അവിടെ അതിരൊക്കെ കെട്ടാത്തത് കാരണം പുല്ലൊക്കെ ഇങ്ങോട്ട് കയറി വരും കേട്ടോ. ഒരുപാട് പറക്കലും അടിച്ചു വാരലും ഒക്കെ ഉണ്ടെങ്കിലും ഒരു മഴ ചാറിയാൽ പുല്ലൊക്കെ മുളച്ച് നേരെ ഞങ്ങളെ മുറ്റത്തേക്കാണ് വരിക. അപ്പോൾ മറ്റേ തൊടി ഒരു വിജനമായ തൊടിയാണ് കേട്ടോ. അവിടെ ആൾതാമസം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ കയറി തുടങ്ങിയാണ്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് പറിക്കാനൊക്കെ ഉണ്ട്. ഞാനും നന്ദുമോളും അമ്മയൊക്കെ കൂടി വൃത്തിയാക്കണതാണ് അവിടെയൊക്കെ പറക്കലും കൊത്തലും മാന്തലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയായി. അപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരത്തെ ഒരു ചെറിയ വ്ളോഗ് ഉൾപ്പെടുത്തി വീഡിയോ ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. അടിച്ചു വരലും വിറകെടുത്തക്കലൊക്കെ കഴിഞ്ഞപ്പോഴേ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി കയറാമെന്ന് വിചാരിച്ച്. കാരണം തിരുമ്പിയതൊക്കെ കുറച്ച് മടക്കി വെക്കാനുണ്ട്. തിരുമ്പിയത് കുറേ നേരമായിട്ട് എടുത്ത് കൊലായിലെ പടിയുമ്മൽ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ കാറ്റടിച്ചാൽ ഒരുപാട് താഴെ വീണ് പോയിട്ടേ പിന്നെ ഞാനത് തിരുമ്പാതെ എടുക്കൂല. ഒരുപാട് ഇങ്ങനെ ഇഴജന്തുക്കളൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് നിലത്ത് വീണാൽ പിന്നെ അതെടുത്ത് ഉപയോഗിക്കാനൊരു പേടിയാണ്. അപ്പോൾ 1-2 ഒന്ന് താഴെ വീണു. അപ്പോൾ ഞാനത് തിരുമ്പണയിലേക്ക് തന്നെ മാറ്റിയിട്ട് നാളെ അത് ഒന്നുകൂടെ തിരുമ്പി വെയിലത്തിടണം. അനീഷേട്ട എപ്പോഴും പറയും ഉച്ചയാകുമ്പോഴേക്ക് തിരുമ്പിയത് എടുത്തുകൊണ്ട് ഇരട്ടിക്ക് പണിയാവുമെന്ന്. പക്ഷേ എന്നും എനിക്കിത് തന്നെയായിട്ട് കിട്ടുക. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് എടുത്ത് വയ്ക്കലുണ്ട്. പക്ഷെ ഒന്നും സത്യത്തിൽ മറന്നുപോയി വെയിലത്തുനിന്ന് എടുത്ത് വയ്ക്കാനായിട്ട്. അങ്ങനെ ഓരോരുത്തരെ കാര്യങ്ങളിങ്ങനെ മടക്കി വെക്കുക കേട്ടോ. എല്ലാവിധ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ മടക്കി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിലെ സാധനങ്ങളല്ലേ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നന്ദുമോൾ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് എന്നെ. അമ്മേ എന്ത് മടക്കലാണ് ഇങ്ങനെ വെച്ച് മടക്കലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളവിടെ ഇരുന്ന് കളിയാക്കണത്. നന്ദുമോൾക്ക് പെട്ടെന്ന് ഒരു പല്ലുവേദന വന്നിട്ട് ആകെ ടെൻഷനായിട്ടോ. നന്ദുമോൾക്കും ടെൻഷനായി എനിക്കും ടെൻഷനായി. കാരണം കുറേ ദിവസമായി പല്ലുവേദന തുടങ്ങിയിട്ട്. ഡോക്ടറൊക്കെ കാണിച്ചതാണെങ്കിലും മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞേന്. അതിന് നല്ലൊരു പൈസയും വേണം. അപ്പം കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് കഴിയാനൊന്നും നിൽക്കുമെന്ന് തോന്നണില്ല. അമ്മാതിരി പല്ലുവേദന ഉണ്ട് ആൾക്ക്. അപ്പം ഞാനൊരു പാരസെറ്റമോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം പാരസെറ്റമോൾ ആണെങ്കിൽ കാണാനും ഇല്ല. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ അതാ അനീഷേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു വത്തക്ക കൊണ്ടുവന്നണേ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വത്തക്കയാണ്. പക്ഷെ മുറിച്ച് നോക്കിയപ്പം വത്തക്ക മൂത്തിട്ടില്ല കേട്ടോ. ഇളയ വത്തക്കയാണ്. ഇന്നാളൊരു ദിവസം കൊണ്ടുവന്ന വത്തക്ക നല്ല അടിപൊളി സൂപ്പർ വത്തക്കയാണ്. അപ്പോൾ നന്ദമോൾ ഇതാ കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. കുറച്ച് നേരം ടെൻഷനായി ഇരുന്ന് പിന്നെ അത് അവിടെ വന്നിരിക്കുകയാണ്. ഞാൻ വത്തക്ക മുറിക്കണേ കാണാനാന്നും പറഞ്ഞിരിക്കുക. അങ്ങനെ വത്തക്കയൊക്കെ ഒന്ന് മുറിച്ച് ഇനി പാത്രത്തിലേക്ക് വെക്കണം. എല്ലാവർക്കും ഓരോരോ കഷ്ണം കൊടുക്കണം. ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം. പക്ഷെ ഇവിടെ വത്തക്ക കൊണ്ടുവന്ന മക്കളും അമ്മയും ഒക്കെ നല്ലോണം തിന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് വത്തക്കയൊക്കെ. ഞാൻ പിന്നെ ഓവറായിട്ട് അങ്ങനെ അങ്ങോട്ട് തിന്നൂല. കാരണം എനിക്ക് എന്താ ഇങ്ങനെ കൂടുതൽ കാണുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നൂലല്ലോ. ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്താകുമ്പോൾ നമുക്കൊരു കഷ്ണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മുറിച്ചൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ തിന്നു നോക്കിയപ്പം മധുരം ഉണ്ടെങ്കിലും വലിയൊരു സുഖമില്ല. അപ്പോൾ അനീഷേട്ടനും പറഞ്ഞ് വാങ്ങണ്ടില്ലേ ഇനി ഇതിലേ പണ്ടല്ല മെനയാന്ന് വരുമ്പോൾ കൊണ്ടുവന്നതിൻ്റെ അത്രയൊന്നും പോരാന്നും പറഞ്ഞ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് മുറിച്ച് സൈസാക്കി കൊണ്ട് നിൽക്കുക കേട്ടോ. എല്ലാവർക്കും ഉള്ളത് ഓരോരോ കഷ്ണമാക്കിയിട്ട് തന്നെ പാത്രത്തിലാക്കി വെക്കുക. ബാക്കിയുള്ള ആ വലിയ മുറി അങ്ങോട്ട് ഫ്രിഡ്ജിലേക്കും വെക്കണം. അപ്പം ഈ എന്താ പറയുക ചൂട് കാലത്ത് ഇങ്ങനെ വത്തക്കയൊക്കെ തിന്നണത് നല്ലതാണ്. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടിക്കോളും വത്തക്ക ഇങ്ങനെ തിന്നുമ്പോൾ. പക്ഷെ വത്തക്ക തിന്നാൽ എന്താ അറിയോ ഒരു പ്രത്യേകത, രാത്രിയിൽ ചോറ് കഴിക്കാൻ കഴിയില്ല. വയറങ്ങോട്ട് ഫിറ്റായിട്ടേ. അപ്പോൾ അനീഷേട്ടൻ പറയും ഇത് വൈകുന്നേരം ആരും തോനെ തിന്നരുത്, രാത്രിയിൽ നമുക്ക് ചോറ് തിന്നാൻ കഴിയില്ല അറിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വല്ലാതെ അങ്ങോട്ട് തിന്നൂല കേട്ടോ. കാരണം ചോറ് വെച്ചതൊക്കെ ബാക്കിയാവും. അപ്പോൾ എല്ലാവരും ഓരോരോ കഷ്ണം എടുക്കുന്നുണ്ട്. ഇത് വലിയൊരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും വല്ലാതെ അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം ഞാൻ മുറിച്ചേന്ന് ഏറ്റവും ചെറിയൊരു കഷ്ണം എടുത്ത് ഒരു സുഖമില്ല എന്നൊക്കെ പറയട്ടെ. അമ്മയും പറയുന്നുണ്ട് മധുരം ഇല്ലയെന്ന്. എന്തായാലും നന്ദമോളടുത്തേക്ക് നീക്കി വെച്ച് കൊടുത്തിന്. ഈ നന്ദമോൾക്ക് വേണമെങ്കിൽ നന്ദമോളും എടുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടേക്കൊന്ന് നന്നാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഡൈനിങ് ഹാളാണിത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നടക്കൽ കേട്ടോ. അപ്പോൾ കത്തിയും ആ കവറും ഒക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. കവറൊക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ ശേഖരിച്ച് വെക്കുമല്ലോ. മാസത്തിൽ കവറെടുക്കാൻ ആൾ വരും. അങ്ങനെ ഇതാ ഒരു വത്തക്ക കടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. ഇന്ന് അയില കൊണ്ടുപോകുന്നത് അതൊന്ന് കറി വെക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ബൈ, സീ യു.